മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ കുറച്ച് ട്രേഡിംഗ് ടിപ്സ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ക്രൂഡ് ഓയിൽ കറക്റ്റായിട്ട് ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എന്തെല്ലാം ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എളുപ്പമായി യൂസ് ചെയ്താൽ നമുക്കതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിൽ എക്കണോമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഒരു എക്കണോമിക്കൽ ചേഞ്ചസിന് ക്രൂഡ് ഓയിലിന് ഒത്തിരി ഇമ്പാക്റ്റ് വരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫിഗർ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള ടിപ്സ് ആണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്രൂഡ് ഓയിൽ ടിപ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ബേസിക് ഐഡിയാസ് നോക്കാം. ഓയിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബാലൻസ് വന്നിട്ട് ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഓയിൽ ട്രെൻഡിനെ മാറ്റുന്ന ഒരു ഘടകമാണ്. ഓയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉള്ള കാര്യമാണ്. അതിന് വളരെ സെൻസിറ്റീവ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ WTI ക്രൂഡ് ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കണം. അതായത് എന്തെങ്കിലും ഇറാന് അല്ലെങ്കിൽ ഗൾഫ് മെക്സിക്കോ റീജിയനിൽ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഓയിൽ സപ്ലൈനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ അനദർ ട്രേഡിംഗ് ഓയിൽ പ്രൈസസിനുള്ളത് സീസണൽ പാറ്റേണിന് വളരെ സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ്. സീസണൽ ഫ്ലോ ഓഫ് ട്രേഡിംഗ് ഓയിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്രൂഡ് ഓയിലിന് റൈസ് ചെയ്യുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ നല്ല ഒരു റൈസ് കാണും. അതൊരു പിന്നെ അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ ഈ ഒരു റീജിയനിൽ ഈ ഒരു സമയത്തിൽ അതൊരു ഫോള് കാണിക്കാനുള്ള സാധ്യതയും കാണും. അപ്പോൾ വെതർ, അതുപോലെ ക്ലൈമറ്റ് എഫക്റ്റ് ചേഞ്ചസ് ഇൻ ഓയിൽ പ്രൈസസ്, ഇതെല്ലാം സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ബോണ്ടുകളിലേക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യൂഷ്വലി കോൾഡ് വിൻ്റർ സമയത്ത് ഓയിലിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും. സ്പ്രിംഗ് അല്ലെങ്കിൽ ഫാള് ടിപ്പിക്കലി ഉള്ളത് എപ്പോഴെന്ന് വെച്ചാൽ ലോവസ്റ്റ് പെട്രോളിയം വാല്യൂസ് ആയിരിക്കും. അതായത് സൈക്ലിക്കൽ ട്രേഡേഴ്സിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ബെസ്റ്റ് തന്നെയാണ്. ക്രൂഡ് ഓയിൽ എങ്ങനെ US ഡോളറുമായിട്ട് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ആവുന്നതെന്ന് നോക്കാം. സ്ട്രെങ്ത് ഓഫ് ദി ഡോളർ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കമ്പയർ ചെയ്യാം. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് ഡ്രോപ്പ് ആവുന്നത് US ഡോളറുമായിട്ട് അതിനുള്ള ഒരു കോൺട്രവേഴ്സിയാണ്. കാരണം ഡോളർ വീക്കർ ആകുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് സ്ട്രെങ്തർ ആവും. ഇത് ഒരു സ്ട്രാറ്റജിയാണ്. USD ഈസ് മോർ ക്ലോസ്ലി ടൈഡ് ടു ദി ഓയിൽ പ്രൈസ് ഓഫ് ദി ഓയിൽ ആൻഡ് എനി അതർ കറൻസി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഫക്റ്റ് ആ ഒരു മാർക്കറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫെഡ് റേറ്റ് മാറുക, അല്ലെങ്കിൽ താരിഫ് ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാറുക എന്നൊക്കെ പറയുമ്പോഴും ക്രൂഡ് ഓയിലിൻ്റെ റേറ്റിൽ ചേഞ്ചസ് വരും. ഇനി നമുക്ക് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്ന, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു, US ഡോളർ അപ്പായിരിക്കുമ്പോൾ ക്രൂഡ് ഓയിൽ അപ്പാവുന്ന കണ്ടീഷൻസ്, ക്രൂഡ് ഓയിൽ ഡൗൺ ആവുന്ന കണ്ടീഷൻ US ഡോളർ. അപ്പോൾ അത് രണ്ടും അഫക്റ്റഡ് ആണ്. US ഡോളറും ക്രൂഡ് ഓയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ക്രൂഡ് ഓയിലും US ഡോളറും. ഇനി അടുത്ത ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. RSI ഇൻഡിക്കേറ്ററും CCI ഇൻഡിക്കേറ്ററും ഉപയോഗിച്ച് നമുക്ക് ക്രൂഡ് ഓയിൽ ചാർട്ട് ട്രേഡ് ചെയ്യുന്നത് നല്ല ഒരു പ്രയോജനമായിട്ടുള്ള ഒരു കാര്യം. അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കാണും. RSIയും CCIൻ്റെ ബെസ്റ്റ് ക്രൂഡ് ഓയിൽ ഡേ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് RSI ഇൻഡിക്കേറ്റർ ആണ്. അറ്റ്ലീസ്റ്റ് ട്രേഡിംഗ് ദ ഓയിൽ മാർക്കറ്റ് ഫോർ മെനി ഇയേഴ്സ്, ഈ ഒരു കുറേ വർഷമായിട്ട് ട്രേഡ് ചെയ്ത ആൾക്കാർ പറഞ്ഞ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ RSI ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അസറ്റ് ഓവർ ബോട്ട് ആയിരിക്കോ അല്ലെങ്കിൽ ഓവർ സോൾഡ് ആണോ. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഓവർ ബോട്ട് ഓവർ സോൾഡ് രണ്ട് കണ്ടീഷനാണ്. അത് പ്രിഫേർഡ് സ്റ്റൊക്കാസ്റ്റിക് RSI എന്ന് പറയുന്നത് സെറ്റിംഗ് 20 പീരിയഡ് വെച്ചാണ് കണക്കാക്കുന്നത്. സെക്കൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സ്പോട്ട് സൈക്കിൾ ആണ്. അതായത് കമ്മോഡിറ്റി മാർക്കറ്റിൽ വരുന്നത് CCI ഇൻഡിക്കേറ്റർ ആണ്. CCI ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഈ സൈക്ലിക്കൽ ട്രെൻഡ് ഓയിൽ മാർക്കറ്റിൽ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. CCI സെറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 200 പീരിയഡ്സിലാണ്. അപ്പോൾ ബെസ്റ്റ് വേ ടു ഇന്റർപ്രറ്റ് ദ കമ്മോഡിറ്റി ചാനൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പോസിറ്റീവ് റീഡിംഗ് എബവ് 0 ആണെങ്കിൽ ബുള്ളിഷ് സിഗ്നൽ എന്നും, അതുപോലെ അപ് ട്രെൻഡ് ആണെന്ന് പ്രതീക്ഷിക്കാം. ബിലോ, അതായത് 0ന് താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, ബിയറിഷ് സിഗ്നൽ ആണ്. അപ്പോൾ ഈ രണ്ട് ഇൻഡിക്കേറ്റർ വെച്ചാണ് നമ്മൾ ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് സാധാരണ ചെയ്യുന്നത്, RSIയും CCIയും. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റൊക്കാസ്റ്റിക് RSIയും CCI ഇൻഡിക്കേറ്റർ വെച്ചിട്ടുള്ള സൈക്ലിക്കലായിട്ടും ഓവർ ബോട്ട് ഓവർ സോൾഡ് കണ്ടീഷൻ, ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടാണ്
ഈ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, വെയിറ്റ് അണ്ടിൽ ദ സ്റ്റൊക്കാസ്റ്റിക് RSI ഇൻഡിക്കേറ്റർ ഷോസ് ആൻ ഓവർബോട്ട് റീഡിംഗ് ഫോർ ദി പ്രോലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒരു ക്രൂഡ് ഓയിൽ സ്ട്രാറ്റജി ബൈ ആയെങ്കിൽ സ്ട്രോങ് അപ്ഡേറ്റ്സ് ആയിരിക്കും കാണിക്കുന്നത്. ഓവർ ബോട്ട് സിഗ്നൽ ബുള്ളിഷ് ആയിരിക്കും. അപ്പോൾ അത് ആ ഒരു ഓയിൽ പ്രൈസ് ഡൈനാമിക് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈമിൽ വെയിറ്റ് ചെയ്യണം. ആ ഒരു വാലിഡ് ജനറൽ റൂൾ എന്ന് പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നീഡ്സ് ടു സ്റ്റേ എബവ് ദ 50 ലൈൻ ആണ് ഡ്യൂറിങ് ദ ടൈം. ഈ ഒരു സമയത്ത് ഒരു സ്ട്രോങ് റീഡിംഗ് ആയിരിക്കും റീജിയൻ ഓഫ് ദി 80 ലെവൽ. അതായത് ആ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, കണ്ടോ, പ്രോലോങ്ഡ് ഓവർബോട്ട് റീഡിംഗ്, പ്രോലോങ്ഡ് ആയിട്ട് ഒരേ ഒരു ലെവലിൽ നിൽക്കുകയാണ്. ഓവർബോട്ട് റീഡിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് 50 to 80 ആ ഒരു ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റൊക്കാസ്റ്റിക് RSI ഇൻഡിക്കേറ്റർ നീഡ്സ് ടു ഡ്രോപ്പ് ഇൻ ഓവർസോൾഡ് ടെറിട്ടറി, അല്ലെങ്കിൽ CCI ഇൻഡിക്കേറ്റർ നീഡ്സ് ടു ഷോ എ റീഡിംഗ് എബവ് ദ 0 ലൈൻ. 0 ലൈൻ എബവ് ആയിരിക്കണം. പ്രിഫേർഡ് എബവ് ദി 100 ലൈൻ ആണ്. പ്രോലോങ്ഡ് ഓവർബോട്ട് റീഡിംഗ് മീൻസ് സ്മാർട്ട് ബൈയിങ് പവർ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഓവർ സോൾഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൈസസ് കൂടുന്നു. അതായത് ടു ഗോഡ് അവർ സെൽഫ് ഫ്രം ദി പോസിബിലിറ്റി ഓഫ് ഓൾ സിഗ്നൽ വി ഹാവ് ടു ആഡ് ദ CCI ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സൈക്കിൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. 100 ലൈന് എബവ് ആണോ ബിലോ ആണോ, അതാണ് മെയിൻ കണ്ടീഷൻ. എബവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ബിലോ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർ സോൾഡ് കണ്ടീഷൻസ് പ്രോലോങ്ഡ് റീഡിങ്ങിന് താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് CCI എബവ് 100, അതിൽ ഞാൻ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർക്കിളാണ് എബവ് 100 ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന റൂൾ എന്ന് പറയുന്നത് ബൈ അറ്റ് ദി മാർക്കറ്റ് വൺസ് എ ഫാസ്റ്റ് മൂവിങ് ആവറേജ് സ്റ്റൊക്കാസ്റ്റിക് RSI എന്ന് പറയുന്നത് 2011 താഴെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം നോക്കേണ്ടത് സ്റ്റൊക്കാസ്റ്റിക് RSI ഇൻഡിക്കേറ്റർ 2011 താഴെയാണോ. ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ആവറേജ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. കണ്ടോ, ബൈ ഹിയർ എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് അപ്പോൾ ഓവർലോങ് പ്രോലോങ്ഡ് റീഡിംഗ്, അതുപോലെ ഓവർസോൾഡ്, പിന്നെ CCI എബവ് 100 ലെവൽ. ഈ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ബൈ ആ ഒരു ഹിയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഹൈഡ് യുവർ പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ് ലോസ് ബിലോ ദി സ്വിംഗ് ലോ ദാറ്റ് കറസ്പോണ്ട് വിത്ത് ദ പ്രീവിയസ് ടൈം സ്റ്റൊക്കാസ്റ്റിക് RSI ഇൻഡിക്കേറ്റർ വാസ് ഇൻ ഓവർസോൾഡ് ടെറിട്ടറിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റൊക്കാസ്റ്റിക് RSI ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നു പ്രൈസ് ചാർട്ടിൽ എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോഫിറ്റ് എപ്പോൾ എടുക്കണം എന്നുള്ളത് ഈ ഒരു ഇതിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ലാസ്റ്റ് ടൈം സ്റ്റൊക്കാസ്റ്റിക് എവിടെയാണ് ഓവർസോൾഡ് ചെയ്തത്, എന്നിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇനി ടേക്ക് പ്രോഫിറ്റ് ആണ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് CCI ഡ്രോപ്സ് ബിലോ ദ 0 ലൈൻ ആണ്. അപ്പോൾ ക്രൂഡ് ഓയിലിന് ഹൈ വോളറ്റാലിറ്റി ഉണ്ട് ഫ്രം ദി ഇൻട്രാഡേ ട്രെൻഡ്സിൽ നിന്നും. അപ്പോൾ കമോഡിറ്റി ചാനൽ ഇൻഡെക്സ്, അതാണ് CCI ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, അത് വെച്ചിട്ട് നമുക്ക് ന്യൂ സ്റ്റാർട്ട് എടുക്കാം. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് സെൽ ഹിയർ അല്ലെങ്കിൽ ടേക്ക് പ്രോഫിറ്റ് എന്നുള്ള ഒരു ഇത് കൊടുത്തു കാണും. CCI ബിലോ 0 ആണ്. ആൻഡ് ഓവർ ബോട്ട് ഓവർ സോൾഡ് കണ്ടീഷൻ്റെ ഇടയ്ക്ക് ഇതായിട്ട് പ്രോലോങ്ഡ് ഓവർ സോൾഡ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആ റീസെറ്റ് എടുക്കാനുള്ള ടൈം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉള്ള ടിപ്സ് ആണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ മറക്കാതെ ഇടുക. അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ടിപ്സ് എൻ്റെ ഫ്രീ ആണ്. ആ ഒരു ടിപ്പ് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്താൽ തന്നെ പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതായിരിക്കും. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE, MCX, റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ഫ്രീ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക.